നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല ഇടത്താവളമായ എരുമേലിയിൽ വാവര് പള്ളിയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. ഇപ്പോൾ വാവർക്ക് പകരം വാപുരസ്വാമിക്കായി ക്ഷേത്രം പണിയാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. പ്രശ്നവിധി പ്രകാരം വാപുരസ്വാമി ക്ഷേത്രം വേണമെന്നാണ് ഹിന്ദു സംഘടനകളുടെ വാദം. വാപുരനെ വാവരാക്കിയതാണെന്നാണ് ക്ഷേത്ര നിർമ്മാണത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ക്ഷേത്രം പണിയുന്നതാണ് കോടതി തടഞ്ഞത്. തിങ്കളാഴ്ച പ്രതിഷ്ഠാ ചടങ്ങ് തുടങ്ങാനിരിക്കെയാണ് കോടതി ഇടപെടൽ. വാവർക്ക് പകരം വാപുരനെ കൊണ്ടുവരുന്നതിന് പിന്നിലെ അജണ്ട എന്താണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ RV ബാബു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അനിൽ വിളയിൽ, എന്താണ് എരുമേലിയിലെ ഈ വാപുര തർക്കം? വാപുരസ്വാമി ക്ഷേത്രം വേണമെന്ന് ആർക്കാണ് നിർബന്ധം? ഈ ടിവിയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൊക്കെ കാണിക്കുന്ന വാർത്ത എരുമേലിയില് വാപുര ക്ഷേത്ര നിർമ്മാണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടഞ്ഞു എന്നാണ് വാർത്തകളിലൊക്കെ കാണിക്കുന്നത്. ശ്രീ അനിൽ കെ നരേന്ദ്രന്റെ ദേവസ്വം ബെഞ്ചിന്റെ വിധി കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, വാപുര ക്ഷേത്ര നിർമ്മാണം തടഞ്ഞതല്ല, വാപുര ക്ഷേത്ര നിർമ്മാണം നടക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത് പഞ്ചായത്തിന്റെ പെർമിറ്റുകൾ ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലുള്ളത്. അല്ലാതെ ക്ഷേത്ര നിർമ്മാണം അവിടെ തടഞ്ഞിട്ടില്ല. ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ബാലാലയ പ്രതിഷ്ഠയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാലാലയം പ്രതിഷ്ഠിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ ഒരു പുതിയ ക്ഷേത്രം ഉയരാൻ സാധിക്കുകയുള്ളൂ. പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അനുവാദ പത്രമൊക്കെ അതിന്റെ സംഘാടകർ സംഘടിപ്പിച്ചോളും. തിങ്കളാഴ്ച എരുമേലിയിൽ അങ്ങനെ ഒരു പ്രതിഷ്ഠ ഉണ്ടാകുമോ? ബാലാലയ പ്രതിഷ്ഠ ഉണ്ടാകുമോ? ആ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് തിങ്കളാഴ്ച അപ്രകാരമുള്ളൊരു ക്ഷേത്രത്തിന്റെ പ്രവർത്തനം എരുമേലിയിൽ തുടങ്ങുന്നു എന്ന് എവിടെ ആര് കണ്ടു? ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ അത് പറയുന്നുണ്ടല്ലോ, തിങ്കളാഴ്ച അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന്. ഇല്ലില്ല, അല്ലെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ അപ്രകാരം ഉണ്ടോ എന്റെ കാരണം എനിക്കറിയില്ല. അപ്രകാരം ഒരു തീരുമാനം അതിന്റെ സംഘാടകരോ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളോ തിങ്കളാഴ്ച അവിടെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഹൈക്കോടതിയുടെ വിധിയിൽ പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഇടം പിടിച്ചു? അതെനിക്കറിയില്ല. അത് ഡേറ്റ് തെറ്റിപ്പോയതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. 7-ാം തീയതി എന്നാണ്. അത് തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളിടത്തോളം കാര്യം. അതാണ് 7-ാം തീയതി അപ്രകാരം ഒരു പ്രതിഷ്ഠാ ചടങ്ങോ ബാലാലയ പ്രതിഷ്ഠയോ എരുമേലിയിൽ സംഘടിപ്പിച്ചിട്ടില്ല. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് കടക്കാം. വാപുരനും വാവരും തമ്മിലുള്ള തർക്കമൊന്നും എരുമേലിയിൽ ഇല്ല. ഈ സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് വാപുരൻ എന്ന് പറയുന്ന ഒരു ശിവഭൂത ഗണത്തിന്റെ ഒരു ക്ഷേത്രം വേണമെന്നുള്ള ആവശ്യം ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് കൊണ്ട് അപ്രകാരമുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നുള്ള ചില വ്യക്തികളുടെയൊക്കെ താല്പര്യത്തിന്റെ ഒരു സാഫല്യമായിട്ടാണ് അതിനെ കരുതേണ്ടത്. ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു വാപുരന്റെ ക്ഷേത്രം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിനോ അവിടെ നിലവിളക്ക് കൊളുത്തുന്നതിനോ അവിടെ പോയി ചടങ്ങുകളിൽ പങ്കാളികളാകുന്നതിനോ യാതൊരു തടസ്സവുമില്ലല്ലോ. വാപുരൻ എന്ന് പറയുന്ന ക്ഷേത്രമാണ് ഞങ്ങൾ ഇതിന്റെ സംഘാടകർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെന്നും ഈ സംഘാടകരെന്നും പറയുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിന്റെ സംഘാടകരിൽ ഒരാളല്ലേ? അല്ല, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വ്യക്താവായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഹിന്ദു എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഞങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആഗോള ഹൈന്ദവ പ്രസ്ഥാനത്തിന് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഈ കേസിൽ നിങ്ങൾ കക്ഷിയാണ് അല്ലെ? കേസിൽ റെസ്പോണ്ടന്റ് ആണ്. അത് തന്നെയാണ്. അതായത് അവിടെ വാപുരസ്വാമി ക്ഷേത്രം എരുമേലിയിൽ പണിയരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഹർജി പോയിരുന്നത്. KK പത്മനാഭൻ എന്ന അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഹർജി നൽകിയത്. അദ്ദേഹം നൽകിയിരിക്കുന്ന ഹർജിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു കക്ഷിയും കൂടിയാണ്. അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണല്ലോ, ബന്ധമൊന്നും ഇല്ല എന്നാണല്ലോ താങ്കൾ പറയുന്നത്. മറ്റൊരു കാര്യം, എരുമേലിയിൽ ഇങ്ങനെ ഒരു വാപുരസ്വാമി ക്ഷേത്രം വരുന്നു എന്ന് പറയുമ്പോൾ വാവർ പള്ളിക്ക് ബദലായിട്ടാണോ? വാവർ പള്ളി വേണ്ട, ഇവിടെ വാപുരസ്വാമി ക്ഷേത്രമാണ് വേണ്ടത്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണോ? അങ്ങനെ ഒരു സങ്കല്പമാണോ? എരുമേലിയില് വാവർക്ക് വേണ്ടി ഒരു പള്ളി ഇല്ലല്ലോ. ആര് പറഞ്ഞു? എരുമേലിയില് വാവർക്ക് വേണ്ടി ഒരു പള്ളി ഇല്ല. അവിടെ നൈനാർ പള്ളിയാണുള്ളത്. അതിനെ നാട്ടുകാരൊക്കെ വാവർ പള്ളി എന്ന് വിളിച്ചത് കൊണ്ട് അവിടെ ആകുമോ? അല്ലെങ്കിൽ ആൾക്കാർ പറയട്ടെ, അല്ലെ മുസ്ലിം സഹോദരങ്ങൾ പറയട്ടെ, അവിടുത്തെ ആരാധനാമൂർത്തി വാവരാണെന്ന് പറയട്ടെ. ഇസ്ലാം മതം അനുസരിച്ച്, ഇസ്ലാമിലെ വിശ്വാസം അനുസരിച്ചുകൊണ്ട്
നബി അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ യാതൊരു ആരാധനാമൂർത്തിയും അവർക്കില്ല. ഈ വാവർ എന്ന് പറയുന്ന സങ്കല്പത്തിനെയാണ് ഈ വാവർ പള്ളിയിൽ, എരുമേലിയിലെ പള്ളിയിൽ ഉള്ളത് എന്ന് അവർ പറയുകയാണെങ്കിൽ ശരിയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന് അപ്രകാരം പറയാനുള്ള ധൈര്യം ഈ ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാവർക്ക് വേണ്ടിയുള്ള പള്ളിയില്ല, വാവരന് വേണ്ടിയുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു. വാവരൻ എന്ന് പറയുന്ന ഒരു ശിവഭൂത ഗണം തന്നെയാണ് എന്നുള്ളതാണ് ഈ നാട്ടിലെ സനാതന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിഗമനം. അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു. അതിനകത്ത് എന്താണ് തെറ്റ്? യാതൊരു തെറ്റുമില്ല. ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ടുള്ള ഒരാളുടെ ഒരു എന്താ റൈറ്റ് ആണ്. അതിന്മേൽ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പക്ഷെ അതിൽ ഈ വ്യാഖ്യാനങ്ങൾ വെളിയിലേക്ക് വരുന്നത് നിങ്ങളും അത്തരത്തിൽ തന്നെയാണ്. അല്ല, ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് എരുമേലി എന്ന് പറയുന്നത്. അവിടെ അയ്യപ്പനുമുണ്ട്, വാവരുമുണ്ട്, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും അവിടെയുണ്ട്, ഈ വാവര് പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയും അവിടെയുണ്ട്. അപ്പോൾ അതിന്റെ സമീപത്ത് തന്നെയല്ലേ വരുന്നത്? ഈ ക്ഷേത്രം എന്ന് പറയുന്നത് സമീപത്ത് തന്നെയാണല്ലോ അല്ലേ? വാവര് പള്ളി എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുന്നതാണല്ലോ. നാട്ടുകാരെന്തെങ്കിലും വിളിച്ചു എന്നുള്ള കാരണത്താൽ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോ അല്ലെങ്കിൽ ആ പള്ളിയുടെ കാര്യക്കാരോ പറയട്ടെ, ഇവിടെ വാവരുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ ഉള്ള പള്ളിയാണെന്ന് അവർ പറയുകയാണെങ്കിൽ സമ്മതിക്കാം. അവിടെ വാവരുടെ ഒരു പള്ളിയില്ല. ഞാൻ പറഞ്ഞു വന്നത് അല്ലല്ല, ഇത് ഇപ്പോൾ പറയുന്ന ഈ വാപുരസ്വാമി ക്ഷേത്രം അവിടെ പോയി ഞാൻ കണ്ടില്ല. ഈ വാപുരസ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് എന്നാൽ അയ്യപ്പൻ കോവിൽ അല്ലേ? അപ്പോൾ അടുത്ത സമീപത്ത് തന്നെയാണോ ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്ന സ്ഥലം? ഈ നൈനാർ പള്ളിയുടെ സമീപത്ത് തന്നെയാണ് ഒരു വസ്തുവിലെ ഇപ്രകാരമുള്ള ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കൾ കൃത്യമായിട്ട് അറിയാമല്ലോ, BHPക്ക് ഇതിൽ പങ്കാളിത്തം ഇല്ല എന്ന് പറയുമ്പോഴും പലതവണയും ഇതിനു വേണ്ടിയുള്ള യോഗങ്ങൾ കൂടിയിട്ടുണ്ട്, പരസ്യമായിട്ട് യോഗങ്ങൾ കൂടിയിട്ടുള്ളതാണ്. ഇതിൽ രഹസ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു അമ്പലം അവിടെ പണിയുന്നതിനെ കുറിച്ച് ഒരു രഹസ്യവുമില്ല. വർഷങ്ങളായിട്ടുള്ളതാണ്. ദേവപ്രശ്നവും അവിടെ നടന്നിട്ടുള്ളതാണ്. അതിൽ പ്രമുഖരായ പല ആളുകളും പങ്കെടുത്തിട്ടുള്ളതാണ്. BHPയുടെ സംസ്ഥാന പ്രസിഡന്റായ വിജി തമ്പി പോലും ആ ചടങ്ങിൽ ഉണ്ടായിരുന്നുവല്ലോ അല്ലേ? അപ്പോൾ BHPക്ക് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പങ്കാളിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അവിടെ പങ്കെടുത്തു. അദ്ദേഹം BJPയുടെയാണ് ക്ഷേത്രമെന്ന് അന്നേരം പറയുമോ? ഹിന്ദു ഐക്യവേദിയുടെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ക്ഷേത്രമാണെന്ന് പറയാൻ സാധിക്കുമോ? അതൊക്കെ തെറ്റായ ധാരണയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന് അപ്രകാരം ഒരു വസ്തു എരുമേലിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആലോചന നടത്തിയിട്ടില്ല. അപ്പോൾ ഈ തർക്കം എന്താണ് ശരിക്കും? ഈ തർക്കം എന്താണ് ശ്രീ അനിൽ പിള്ള? ഈ തർക്കം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ബിനാമി പേരില് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഇടതുപക്ഷത്തിന്റെ ദേവസ്വം ബോർഡിലെ നേതാവായിരുന്ന ഒരു വ്യക്തിയെ കൊണ്ട് കൊടുപ്പിച്ചിരിക്കുന്ന ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദേവസ്വത്തിന്റെ വിജിലൻസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂൺ മാസം 24-ാം തീയതി അന്വേഷണം നടത്തുന്നു. അവരവിടെ ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കാൻ പോകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. 26-ാം തീയതി ദേവസ്വം ബോർഡിൽ നിന്ന് വിവരാവകാശ പ്രകാരമല്ലേ 28-ാം തീയതി പത്മനാഭന് രേഖ കിട്ടുന്നു. ഓർക്കണം, 2, 3, 4 ദിവസം കൊണ്ട് പത്മനാഭന് വിവരാവകാശ പ്രകാരം രേഖ കിട്ടുകയാണ്. അതിനുശേഷം 28-ാം തീയതി 29-ാം തീയതി അദ്ദേഹം കേസ് ഫയൽ ചെയ്യുന്നു. എത്ര ചടുലമായ നീക്കമാണ്! ഈ രാജ്യത്തെ ഏതു പൗരനാണ് വിവരാവകാശ പ്രകാരം ഒരു രേഖ 1, 2 ദിവസം കൊണ്ട് കൊടുക്കുന്നത്? ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാണ്. അതിനകത്ത് ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ഹൈന്ദവ സംഘടനകളെ വലിച്ചിഴിച്ചിരിക്കുകയാണ്. ശരി രാഹുൽ, താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഇത് ദേവസ്വം ബോർഡ് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് BHPയുടെ വാദം. ഈ കേസിലെ ഹർജിക്കാരനെ പറ്റി പഠിക്കുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ്. രാഹുൽ ശരി, ശ്രീ മഞ്ജുഷ്, ആർക്ക് വേണമെങ്കിലും ശ്രീ RV ബാബു രാവിലെ സൂചിപ്പിച്ചതുപോലെ ഏത് കുറ്റിച്ചൂലിനെയും ആരാധിക്കാനുള്ള റൈറ്റ് ആർക്കും ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും അമ്പലം തുടങ്ങുന്നതിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല. ആ വാക്ക് എൻ്റെ അല്ല. നമ്മുടെ നാട്ടിൽ ഖുഷ്ബുവിന് വേണ്ടി പോലും അമ്പലങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ച് വേണമെങ്കിലും അമ്പലം തുടങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു ഹിന്ദുവായി മാത്രം നിന്നുകൊണ്ട് പറയുകയാണ്, ഒരു ഹിന്ദുവായി നിന്നുകൊണ്ട്, വിശ്വാസിയായി നിന്നുകൊണ്ട്, അയ്യപ്പ വിശ്വാസിയായി നിന്നുകൊണ്ട് പറയുകയാണ്, അയ്യപ്പന്റെ സുഹൃത്ത് മുസ്ലിമായ വാവരാണ്, അയ്യപ്പന്റെ സുഹൃത്ത് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛനാണ്. അത് അയ്യപ്പൻ പാട്ടുകളിലൂടെ, പല പുസ്തകങ്ങളിലൂടെ, ചരിത്ര വസ്തുതകളിലൂടെ വെളിപ്പെട്ടതാണ്. ഉദാഹരണം ഈ പുസ്തകം ശബരിമല ശ്രീ അയ്യപ്പൻ ചരിത്രം, PR രാമവർമ്മ രാജ. എല്ലാ സംഘടനകളും എല്ലാ ഹിന്ദു പ്രസ്ഥാനങ്ങളും ഒരേപോലെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇതിൽ പല പേജുകളിലായി സൂചിപ്പിക്കുന്നു. ഉദാഹരണം ഒരു പേജ് വായിക്കാം, 146.
അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, വാവരെ പോലെ തന്നെ അയ്യപ്പന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരു അന്യമതസ്ഥനാണ് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് വാവരെ കുറിച്ച് അടുത്ത പാരഗ്രാഫ് പറയുന്നു, പഴയ ചെമ്പോലകളും ചെമ്പ് പട്ടയങ്ങളും ചരിത്ര രേഖകളാണെന്നതിൽ സംശയമില്ല. വാവർ ഒരു മുഹമ്മദീനെയാണെന്നും അതായത് മുസ്ലിം ആണെന്നും അയ്യപ്പന്റെ സഹചാരിയായിരുന്നു എന്നും തെളിയിക്കാൻ വിദ്വാൻ കുറൂർ നാരായണപിള്ള പ്രസിദ്ധപ്പെടുത്തിയ ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന പുസ്തകത്തിൽ പന്തളത്തു തമ്പുരാൻ നൽകിയിട്ടുള്ള ചെമ്പ് പട്ടയത്തിന്റെ പകർപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്ന്. അടുത്ത ഒരു വരിയും കൂടെ വായിക്കാം. എന്നിട്ട് അദ്ദേഹം അടുത്ത വരി, അന്നത്തെ കാലത്ത് പോലും ഈ തീവ്ര ഹിന്ദുത്വ ലൈനുള്ളവർ വാവരെയും വെളുത്തേയും തള്ളി പറയുന്നുണ്ട്. അതായത് 1940 ഇറങ്ങിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, മറ്റു മതസ്ഥരായ വാവരും വെളുത്തച്ഛനും ഒക്കെ അയ്യപ്പനെ ദിവ്യനായി കണക്കാക്കിയിരുന്നതും അയ്യപ്പനോട് ഒന്നിച്ചു നിന്നതും അവർക്ക് ഹിന്ദുമത തത്വങ്ങളെ അയ്യപ്പന് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടായിരുന്നതുകൊണ്ടാണ്. അതിൽ ഹിന്ദുക്കളായ നാം എല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തനായിട്ടുള്ള ആൾക്കാർ വാവര് പള്ളിയിലും ആർത്തുങ്കൽ പള്ളിയിലും നേർച്ച നേരുകയും വാവരെയും മറ്റും തുടർന്നുള്ള ആരാധനകൾ തുടർന്നു പോവുകയും അങ്ങനെയാണ് നമ്മൾ മതസൗഹാർദ്ദം നിലനിർത്തേണ്ടത്. ഇത് പതിറ്റാണ്ടുകൾ മുമ്പുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള രേഖകളാണ്. ഡോക്ടർ SK നായർ, അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം തലവനായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിലും വാവരെക്കുറിച്ചും വെളുത്തെക്കുറിച്ചും ഒക്കെ പരാമർശമുണ്ട്. നൂറ്റാണ്ടുകളായി, കഴിഞ്ഞ 1000 വർഷങ്ങളായി അയ്യപ്പനും വാവരും നമ്മുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. ആ വാവരെ മനസ്സിലുള്ള മുസ്ലിം വിരോധം കാരണം ആരെങ്കിലും തള്ളിപ്പറയുകയാണെങ്കിൽ, അതായത് വേറെ ഒരു വാവര ക്ഷേത്രം നിർമ്മിക്കുന്നതിനൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല, ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ. പക്ഷേ വാവരെ തള്ളിപ്പറയാനും അല്ലെങ്കിൽ പാത്തുമ്മയുടെയും അലിയുടെയും മകനായ വാവരെ തള്ളിപ്പറയുന്നത് അയ്യപ്പനെ തള്ളിപ്പറയുന്നത് പോലെയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, വാവരെന്ന് പറയുന്നത് തന്റെ ജീവിതം, തന്റെ സമ്പത്ത്, തന്റെ ആൾക്കാർ എല്ലാം അയ്യപ്പന് വേണ്ടി ഹോമിച്ചൊരു വ്യക്തിയാണ്. ശബരിമല ഉദയനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അയ്യപ്പനോടൊപ്പം പോരാടിയ ആളാണ്. ഇന്നും അമ്പലപ്പുഴ ആലങ്കാട് സംഘങ്ങൾ നമ്മുടെ വാവര് പള്ളി എന്ന് വിളിക്കപ്പെടുന്ന പള്ളി, അതെന്തുകൊണ്ട് ഇനി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വാവര് പള്ളി ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രം ഇല്ലല്ലോ സാർ, അവിടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമല്ലേ ഉള്ളൂ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. നാളെ കമ്മ്യൂണിസ്റ്റുകാർ ഇത് തന്നെയാണ് പണ്ട് ശബരിമല കേസ് നമ്മളെ തോപ്പിക്കാൻ പറഞ്ഞത്. അത് അയ്യപ്പ ക്ഷേത്രമല്ല, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ധർമ്മശാസ്താവിന് 2 ഭാര്യമാരുണ്ട്, പൂർണ്ണയും പുഷ്കലയും എന്ന്. ശ്രീ ധർമ്മശാസ്താവിലേക്ക് അയ്യപ്പൻ വിലയം ചെയ്യുകയാണ്. അയ്യപ്പൻ ഏകദേശം ഒരു 950-1000 വർഷം മുമ്പാണ് ജനിച്ചത്. അയ്യപ്പൻ എന്ന് പറയുന്ന മണികണ്ഠൻ, ആ മണികണ്ഠന്റെ സുഹൃത്താണ് വാവർ, പാത്തുമ്മയുടെ അലിയുടെ മകനായ വാവർ അല്ലെങ്കിൽ വെളുത്ത. ഇതെല്ലാം ചരിത്ര രേഖകളായി, തെളിവുകളായി നമ്മുടെ നാടിന്റെ ആത്മാവിൽ. രാഹുൽ, ഒരു കാര്യം, ഇവിടെ വാപുരസ്വാമി ക്ഷേത്രം വരുന്നത് ഈ വാവർ പള്ളി എന്നുള്ള കാര്യം വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞല്ലോ. വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു വാവര് പള്ളി എന്നുള്ള കൺസെപ്റ്റ് അംഗീകരിക്കുകയില്ല എന്ന്, കാരണം അത് വാവര് പള്ളി അല്ല എന്ന്. അപ്പോൾ ഇവിടെ വാവർക്ക് പകരം വാപുര ക്ഷേത്രം വരുന്നു. അതാണോ ഇപ്പോൾ ശരിക്കും നടക്കുന്നത് എരുമേലിയിൽ? യഥാർത്ഥത്തിൽ ഇത്രയൊന്നും വലിയ കോംപ്ലക്സ് ഒന്നുമല്ല. അതായത് ചില തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവരോട്, ഇപ്പൊ മഹാത്മാഗാന്ധിയെ അംഗീകരിക്കാത്ത തീവ്ര ഹിന്ദുത്വവാദികളില്ലേ, മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരും, കോൺഗ്രസും BJPയും അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ആണെങ്കിലും RSSന്റെ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ആണെങ്കിലും ഗാന്ധി എന്ന ഹിന്ദുവിനെ നമ്മൾ പിന്തുടരണമെന്ന് പറയുന്നതാണ്. ഗാന്ധി സങ്കല്പ യാത്രകൾ BJPക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് നമ്മുടെ നരേന്ദ്രമോദിജി. ആ ലൈനാണ് ഇത്. ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ്. അപ്പൊ അയ്യപ്പൻ തന്റെ അന്നത്തെ നമ്മുടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് നിർത്തിയതാണ് അയ്യപ്പൻ വാവരെയും അയ്യപ്പൻ വെളുത്തെയും കൂടെ നിർത്തുന്നത്. നമ്മുടെ നാടിന്റെ പ്രൗഢഗംഭീരമായ ചരിത്രത്തിന്റെ ഭാഗം. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ എടുത്ത അന്നത്തെ ഒരു ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയുന്നതാണ്. രാജ്യത്തിന്റെ താല്പര്യങ്ങളോട് ചേർന്ന് നിന്ന്, സ്വാമി അയ്യപ്പനോട് ചേർന്ന് നിന്ന് അന്ന് പന്തളത്തെയും ബാക്കി ദേശങ്ങളെയും ഒരുമിച്ച് സംരക്ഷിക്കാനായി അയ്യപ്പനോട് പോരാടി ഒരു മുഹമ്മദീനിയനായ അല്ലെങ്കിൽ അന്ന് മുഹമ്മദ് എന്നാ വിളിക്കുന്ന മുസ്ലിമായ വ്യക്തി. ഇപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, മനസ്സിൽ മുസ്ലിം വിരോധം വെച്ച് വാവരല്ല വാപുരനാണെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണകൾ പരത്തി, പ്രൊപ്പഗാൻഡ പരത്തി, ഫേക്ക് ന്യൂസ് പരത്തി വാവരെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് കാണിക്കാനാണ്. പക്ഷേ വാവർ വിരോധം പറയുന്നവർ ഇൻഇഫക്റ്റ് അയ്യപ്പ വിരോധമാണ് പറയുന്നത്. അയ്യപ്പൻ കൊടുത്ത സ്ഥാനത്തെ മാറ്റാനാണ് നോക്കുന്നത്. സാക്ഷാൽ സ്വാമി അയ്യപ്പൻ കൊടുത്ത വാവരുടെയും വെളുത്തയുടെയും സ്ഥാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കോടതി രേഖകളുള്ള ചെമ്പ് പട്ടയമുള്ള നൂറ്റാണ്ടുകളിലുള്ള നമ്മുടെ സംസ്കാരത്തെ തകർക്കാനായി മനസ്സിൽ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധം വെച്ച് നിൽക്കുകയാണ്. ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉണ്ട്. അവരും വാവര് പള്ളി അംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കാത്ത കാര്യം എന്താ അറിയാമോ? ഒരു ഹിന്ദു ദൈവമായ അയ്യപ്പനെ അംഗീകരിക്കുന്ന എന്തിനാ? അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള അയ്യപ്പനെ അംഗീകരിക്കരുതെന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടന നിലപാട്. അവർ ഈ വാവര് പള്ളിയിലടക്കം ഒരുപാട് കാലമായി സമ്മർദ്ദവും ചെലുത്താറുണ്ട്. നമ്മൾക്ക് ഈ അമ്പലവുമായിട്ടുള്ള വലിയ ബന്ധമൊന്നും വേണ്ട കേട്ടോ. ഈ അമ്പലവും പള്ളിയും ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ നാടിന്റെ മഹത്വമാണ്. ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വം ഈ വാവരല്ലെന്ന് പറയുന്നു, മറുവശത്ത് തീവ്ര ഇസ്ലാമിസവും പറയുന്നു ഈ വാവരും അയ്യപ്പനും ഇല്ലാന്ന്. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഐക്യത്തിന്റെ സ്പേസുകൾ ഉണ്ടാകും. ഈ സ്പേസുകളെ മാറ്റി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ അയ്യപ്പനെയും വാവരെയും മിസ്യൂസ് ചെയ്യാൻ. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, സുപ്രീം കോടതിയുടെ നാലംഗ ബെഞ്ചിലെ അല്ലെങ്കിൽ 5 ബെഞ്ചിലെ 4 ജഡ്ജിമാർ വിചാരിച്ചിട്ട് അയ്യപ്പൻ ഉണ്ടാക്കിയ ഒരു കാര്യം മാറ്റാൻ പറ്റിയില്ല. പിന്നാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഓർത്താൽ മാത്രം മതി. സുപ്രീം കോടതിയും കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റും 10,000 പോലീസും കാവലിൽ നിന്നിട്ടും ശബരിമലയിലെ വിശ്വാസികൾ ശബരിമല വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് പോരാടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിച്ച സങ്കല്പം ഉണ്ടായതാണ്. അതേപോലെ അയ്യപ്പൻ ഉണ്ടാക്കി വെച്ച സിസ്റ്റം, അത് വാവരാണെങ്കിലും വെളുത്തയാണെങ്കിലും അവിടെയുള്ള സംവിധാനങ്ങളാണെങ്കിലും ആ അയ്യപ്പ വിശ്വാസികൾ പോരാടി സംരക്ഷിക്കും. ഇത് ഡോക്യുമെന്റഡ് ആയ ശ്രീ പണിക്കർ, താങ്കൾ ഈ വാപുര ക്ഷേത്രം അവിടെ വരുന്നതിനെ, എരുമേലിയിൽ വരുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇത് മതസൗഹാർദ്ദത്തിന് തിരിച്ചടിയാകുന്ന ഒന്നാണോ ഇപ്പോൾ ഹിന്ദു സംഘടനകളുടെ ഈ നീക്കം? അല്ല, എനിക്ക് വളരെ വല്ലാത്ത നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, നോക്കൂ, ഇതില് സത്യത്തിൽ ഇതിന്റെ കോൺട്രവേഴ്സി എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വാപുര ക്ഷേത്രം വരികയാണെങ്കിൽ അതിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള വിയോജിപ്പുമില്ല. കാരണം അയ്യപ്പന്റെ അസംഖ്യം ഭൂതഗണങ്ങളിൽ ഒരാളാണ് വാപുരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൂതനാഥോപാഖ്യാനത്തിൽ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രം അവിടെ വരുന്നതിൽ യാതൊരു വിധത്തിലുള്ള എതിർപ്പും എനിക്കില്ല. അത് ചട്ടപ്രകാരം സ്ഥലം അക്വയർ ചെയ്തതിനു ശേഷം ആചാരമനുസരിച്ചിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കാവുന്നതാണ്, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ വാവരില്ല എന്നോ വാപുരനാണ് എന്നോ ആണ് ആരെങ്കിലും പറയുന്നത് എങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചരിത്രപരതയോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസ ആചാരപരതയോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും 2 വ്യക്തികളാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വാവർ എന്നൊന്നില്ല എന്നാണോ? വാവരെ ഹിന്ദുക്കൾ പൂജിക്കേണ്ട എന്നാണോ? വാപുരനും ഒരാൾ തന്നെയാണ് എന്നാണോ? വാപുരസ്വാമിയെ വാവർ എന്ന രീതിയിലത്തേക്ക് ഒരു പ്രത്യേക അജണ്ടയോടുകൂടി അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അതിനാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടത്. അത് കേസിന് പോയിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകേണ്ടുന്ന ഒരു ക്ലാരിറ്റി അവിടെയാണ്. അങ്ങനെയാണ് എങ്കിൽ ആ വാദത്തിനോടൊപ്പമല്ല ഞാൻ. വാപുരന് ക്ഷേത്രമാവാം, കുഴപ്പമില്ല, പക്ഷെ വാവരാണ് വാപുരൻ എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പോയിന്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു കാലം ഒന്ന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആന്റി വാവർ പ്രൊപ്പഗൻഡ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തെലങ്കാനയിൽ നിന്ന് നമുക്കറിയാമല്ലോ, ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ കർണാടകയിൽ നിന്നൊക്കെയാണ് വളരെ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് വരിക, സീസണിലും അല്ലാത്ത സമയത്ത്. അപ്പോൾ അവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം, അവിടെയുള്ള ഒരു BJPയുടെ MLA രാജാ സിംഗ് എന്നോ രാജാ സേഠ് എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ ഇങ്ങനെ ആരുടെയും ഗ്രേവിനെ ഒന്നും തന്നെ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ശബരിമല ഡിവട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഈ വാവര് പള്ളിയിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടു കൂടി ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡയാണ്. അത് മാത്രമല്ല, വാവരുടെ പേരിൽ പള്ളിയില്ലല്ലോ എന്നുള്ള ചോദ്യവും ഹിന്ദു സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. അല്ല, നോക്കൂ, ഇത് വാവര് പള്ളി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വിശ്വാസപരമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിയാണ്. കാരണം മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ ആരാധിക്കുന്നത് അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിനെയാണ്. പിന്നീടുള്ളത് പ്രവാചകനായിട്ടുള്ള മുഹമ്മദാണ്. അതിനപ്പുറത്തേക്ക് അവരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആരാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പള്ളിയും വാവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാകണമെന്നുമില്ല. പക്ഷെ ആ പള്ളി വാവര് പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ആ പള്ളിക്ക് ചിലപ്പോൾ വേറെ പേരുണ്ടായിരിക്കാം, പക്ഷെ വാവര് പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അയ്യപ്പന്റെ ആ ഒരു ലെജൻഡുമായി ബന്ധപ്പെട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം വാവർക്കുണ്ട് എന്നും അത് 1-2 ദിവസത്തേതോ 10-20 കൊല്ലത്തേതോ അല്ല, നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ചരിത്രകാരന്മാർ ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേസരി ബാലകൃഷ്ണപിള്ളയുടെ പഠനങ്ങളുണ്ട്, MGS നാരായണന്റെ പഠനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇതൊരു പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിലുള്ള ഒരു ക്യാരക്ടർ എന്ന രീതിയിലത്തേക്കാണ് പറയുക. അതായത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററിയും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു മേർജിങ് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ ഈ പറയുന്ന 10-ാം നൂറ്റാണ്ട്, 11-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ടൊക്കെ ഏകദേശം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്തുള്ള ഒരു ഹിസ്റ്റോറിക് ഫിഗർ ആണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന, എന്നാൽ അതിലേക്ക് കുറേയധികം ലെജൻഡിന്റെ പാർട്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ കഥകളുമായി ബന്ധപ്പെട്ട് ചരിത്രപരത അന്വേഷിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. MGS നാരായണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ തന്നെ കേസരി ബാലകൃഷ്ണപിള്ളയുടെ പഠനം അനുസരിച്ചിട്ട് ഇദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്ന് പോലും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒറിജിൻ ബാബിലോണിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു പേരാണ് ബാബിലി എന്നുള്ള ഒരു പേരിൽ നിന്നാണ് ഒരുപക്ഷെ ഈ ബാബർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വാവ എന്നുള്ള ഒരു പേരിൽ നിന്നാണ് പിന്നെ വാവർ എന്നുള്ള പേര് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള പല ഫൈൻഡിങ്ങുകളുമുണ്ട്. MGS നാരായണനാണെങ്കിൽ തന്നെ പറയുന്നുണ്ട് 15-16 നൂറ്റാണ്ടോടുകൂടിയാണ് ഒരുപക്ഷെ ഈ അറബ് ട്രേഡ് ഒക്കെ വളരെ കാര്യമായിട്ട് വരുന്ന സമയത്തായിരിക്കാം ഈ കഥയിൽ ഒരുപക്ഷെ വാവരുടെ ഒരു പ്രോമിനൻസ് വന്നിരിക്കുന്നത് എന്ന്. എന്തായാലും നമുക്കറിയാവുന്നതനുസരിച്ച് ഒരു 4 നൂറ്റാണ്ടിലധികമായിട്ട് ചുരുങ്ങിയത്
അയ്യപ്പന്റെ കഥയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം വാവരുടെ കഥയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെയും വാവരെയും ഒരേപോലെ തന്നെ സഹോദര തുല്യരായിട്ടാണ് ഈ അവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, വിശ്വാസികളെല്ലാം തന്നെ കാണുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഹിന്ദുക്കൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധികളാണ്. ഇപ്പോൾ 2018 കേരള ഹൈക്കോടതിയുടെ തന്നെ ഒരു വിധിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വാവര് പള്ളി എന്ന് പറയുന്നത് ഈ ശബരിമല വിശ്വാസത്തിന്റെ അവിടുത്തെ ട്രഡീഷൻസിന്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിൽ പിന്നെ നമ്മുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തിന് പുറമേ നിൽക്കുന്ന ഒരു കാര്യമല്ല. അയ്യപ്പന്റെ കഥയുമായി അത്രത്തോളം, അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ബന്ധം ഈ വാവര് പള്ളിക്കുണ്ട് എന്നുള്ളതും അത് നമ്മുടെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സിൻക്രട്രിക് ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുമൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ പരാമർശങ്ങളുമുണ്ട്. അതെല്ലാം തന്നെ കുറേയധികം പഠനങ്ങളെയൊക്കെ തന്നെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തർക്കം ഉന്നയിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വാവരും വാപുരനും ഒന്നാണ് എന്നുള്ള ഒരു വാദമുണ്ടോ? വാപുരൻ എന്ന് പറയുന്ന ആളിനെ ഒരു റിലീജിയസ് അജണ്ട വെച്ചിട്ടോ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യപ്രകാരം ആരെങ്കിലും ഒരു മുസ്ലിമായിട്ടുള്ള വാവരായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ഒരു വാദമുണ്ടോ? ഈ എരുമേലിയിലെ വാവര് പള്ളിയിലേക്ക് ആൾക്കാർ പോകരുത്, ശബരിമല വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ പോകരുത് എന്നൊരു വാദമുണ്ടോ? അതിന്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണോ എരുമേലിയിലെ വാപുര ക്ഷേത്രം വരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരി ശരി ശ്രീ പണിക്കർ, ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ഈ വാപുരൻ തന്നെയാണ്, വാപുരനെ വാവർ ആക്കിയതാണ്, അങ്ങനെയാണോ? അങ്ങ് മ്യൂട്ടഡ് ആണ് ശ്രീ ആർ വി ബാബു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. വാവര് എന്നുള്ള സങ്കല്പം ഇപ്പൊ ഇവിടെ രാമവർമ്മ രാജയുടെ ഒരു പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ പറയുണ്ടായി. 1948 രാമവർമ്മ രാജ പുസ്തകം എഴുതുന്നത്. ഞാൻ അതിനും ഒരു 10 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം പറയാം. ആ പുസ്തകത്തിന്റെ പേര് മഹാശാസ്ത്ര പൂജാകൽപ്പം എന്നാണ്. ആ പുസ്തകം ഈ രാമവർമ്മ രാജ എഴുതിയതിനും 10 വർഷം മുമ്പ് എഴുതിയ പുസ്തകമാണ്. അത് യോഗി ബാലദണ്ഡായുധ പണിക്കർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തില് ധർമ്മശാസ്താവിന്റെ സമ്പൂർണ്ണ പൂജാവിധികൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. എങ്ങനെ ശരണം വിളിക്കാന്ന് വരെ അതിനകത്ത് ഓരോന്നിനും ഓരോ സമയത്തും ഓരോ ശരണം വിളിക്കുന്നതിനും ആ ശരണം വിളിക്കുന്നതിന്റെ രീതി എന്തായിരിക്കണം എന്ന് വരെ കൃത്യമായിട്ട് ഈ രാമവർമ്മ രാജയുടെ പുസ്തകം രചിക്കുന്നതിന് മുൻപ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വാപുരൻ എന്ന സങ്കല്പമാണ് കൊടുത്തിട്ടുള്ളത്. അത് സാക്ഷാൽ അയ്യപ്പന്റെ ഭൂതഗണം എന്ന നിലയ്ക്ക് തന്നെയാണ് വാപുരൻ എന്ന സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇദ്ദേഹം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള 1948 മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് 1929 ശ്രീ കല്ലറക്കൽ കൃഷ്ണൻകർത്ത എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് അദ്ദേഹം ഈ വാപുരൻ എന്ന സങ്കല്പത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വ്യാപരാഖ്യനായിടും ഭൂതത്തെ വിളിച്ചുടൻ ശോഭനഗാത്രൻ മണികണ്ഠ സ്വാമിയും ചൊന്നാൾ ഇസ്ഥലത്തെങ്കിൽ ഒരു ഗോഷ്ടവും പണി ചെയ്തു ചിത്തമോദേന ഭവാൻ ഭൂതവൃന്ദങ്ങളോട് വേട്ടയും ചെയ്യിപ്പിച്ചു ഗോഷ്ടവും ഉറപ്പിച്ചു വാട്ടമെന്നിയെ ഭക്ത രക്ഷണം ചെയ്താലും നീ വാപരൻ തന്നോടേവം ഒക്കെയൊരുൾ ചെയ്തു താപസകുലത്തെയും കനിഞ്ഞു കടാക്ഷിച്ചു. 1929 കല്ലറക്കൽ കൃഷ്ണൻകർത്ത എന്ന ഒരാളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇത് മാത്രമല്ല, വാപുരൻ എന്ന ആ സങ്കല്പത്തിന് ധ്യാന ശ്ലോകം വരെയുണ്ട്. പഴയ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ആ ധ്യാന ശ്ലോകം പ്രോദ്യത് ഖഡ്ഗതരം വിശാല നയനം ചാർത്തൂല ധർമാംബരം എന്ന് വെച്ചാൽ ഉയർത്തിയ വാൾ ഓടുകൂടി വലിയ കണ്ണുകളോടുകൂടി പുലത്തോല് ധരിച്ച ആൾ, പ്രാംശും വാമകടി തടാർപ്പിതകരം ഇടതുതൊടയിൽ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്ന ആൾ എന്നാണ്. അങ്ങനെ ഉള്ള ആൾ സേവോദ്യുക്തം അശേഷലോകം അഭയതം ശ്രീ വാപുരാഖ്യം ഭജേ, എല്ലാ ലോകത്തെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അഭയമുദ്ര ധരിച്ച ആ വാപുരനെ നമിക്കുന്നു എന്ന് ധ്യാന ശ്ലോകം വരെയുണ്ട് വാപുരൻ. അപ്പോ വാപുരൻ എന്നുള്ള സങ്കല്പം അത് അയ്യപ്പന്റെ ഭൂതഗണമാണ് എന്നുള്ളത് ആദ്യം തന്നെ ചരിത്രത്തിലും, ഇപ്പൊ ഈ ചരിത്ര ഗ്രന്ഥമൊക്കെ പറഞ്ഞു രാമവർമ്മ രാജ പൗരാണിക സങ്കല്പങ്ങൾക്ക് അപ്പുറം അയ്യപ്പനെ ചരിത്രപരമായി നോക്കിക്കണ്ട ആളാണ്. രാമവർമ്മ രാജ മാത്രമല്ല, കുറൂർ ദിവാകരൻ പിള്ള, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്, അതേപോലെ എസ് കെ നായർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അവരെല്ലാം അയ്യപ്പനെ ചരിത്രപരമായി നോക്കിക്കണ്ട ആളുകളാണ്. പൗരാണിക സങ്കല്പത്തോടെയാണ് ഈ നേരത്തെ പറഞ്ഞ കൃതികൾ മുഴുവൻ അയ്യപ്പനെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അയ്യപ്പന്റെ ഭൂതഗണത്തിൽപ്പെട്ട ആളാണ് വാപുരൻ എന്നുള്ളതാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ വാപുരൻ
ആരാധിക്കുന്നത്. വാവുരൻ എന്നുള്ളത് പറഞ്ഞ് വാവരായി വാവര് ഒരു കഥ എങ്ങനെയൊക്കെയോ രൂപപ്പെട്ടു വന്നു. ഇപ്പൊ ഈ പല കെട്ടുകഥകളും അങ്ങനെയാണല്ലോ ചരിത്രമായിട്ട് മാറുന്നത്. ഇപ്പോ നമുക്കറിയാം ചേരമാൻ പെരുമാള് മക്കത്ത് പോയി മതം മാറി, ഒരു കെട്ടുകഥയാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. AD 52 സെന്റ് തോമസ് കേരളത്തിൽ വന്നു. ക്രൈസ്തവ സഭ തന്നെ അത് കെട്ടുകഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടുത്തെ ആളുകളുടെ, ഇപ്പൊ ഞാനത് പറയാൻ കാരണം ഫ്രം ദ സ്ട്രൈറ്റ് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോൾ തേലക്കാട്ടച്ചൻ മാർ വർക്കി വിധേയത്തിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവസാനം ഈ AD 52 സെന്റ് തോമസ് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രൈസ്തവ സഭ, കേരളീയ സഭ ആ കാര്യത്തിൽ റോമുമായി സംസാരിച്ചിട്ട് അവരത് തിരുത്തൽ വരുത്തി. അതൊരു വേറെ കാര്യം. അപ്പോ ഇതെല്ലാം കെട്ടുകഥകളാണ്. അല്ല, അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് എന്ന് പറയുന്നത് വാവരല്ല വാപുരനാണ് വേണ്ടത്, അതുകൊണ്ട് വാപുരസ്വാമി ക്ഷേത്രം എരുമേലിയിൽ ഉയരട്ടെ എന്നതാണോ? വാവര് വേണ്ട എന്നാണ്. തന്നെ ഒന്നുകൂടി പറയാം, ഞാൻ ഇതുകൂടി ഒന്ന് പറഞ്ഞോട്ടെ. വെളുത്തച്ഛനെ കുറിച്ച് പറയണ്ടായി. രാഹുൽ ഈശ്വർ ഇത് തുടർച്ചയായിട്ട് പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഈശ്വർ ഈ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നത് ഫാൻസി ഡ്രസ്സിലൂടെയല്ല. ഫാൻസി ഡ്രസ് മതസൗഹാർദ്ദം കൊണ്ട് നമുക്ക് ഒന്നും കാരണം ഇവിടെ എന്താണ്, അതായത് അയ്യപ്പനെ, അയ്യപ്പ വിശ്വാസികൾ വാവരെ തൊഴുന്ന പോലെ ഇസ്ലാം മതവിശ്വാസികൾ അയ്യപ്പനെയും തൊഴുന്ന സാഹചര്യം വരുമ്പോഴേ മതസൗഹാർദ്ദമാവൂ. ഇത് വൺ വേ ട്രാഫിക് അല്ല മതസൗഹാർദ്ദം. ഇപ്പൊ വെളുത്തച്ഛനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അത്ഭുതം, വെളുത്തച്ഛൻ ആകെ ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ ഉയർത്തുന്നത്. എന്നാൽ വെളുത്തച്ഛൻ എന്റെ കാലഘട്ടം, അതായത് ജൊക്കോമോ ഫിനീഷ്യ എന്നാണ് വെളുത്തച്ഛന്റെ പേര്. 1584 അർത്തുങ്കൽ പള്ളിയിലെ വികാരിയായിട്ട് സ്ഥാനമേൽക്കുന്നയാളാണ് ജൊക്കോമോ ഫിനീഷ്യ. 1584 അയ്യപ്പന്റെ കാലഘട്ടം ഈ രാമവർമ്മരാജയുടെ പുസ്തകം അനുസരിച്ച് തന്നെ 1100 1200 കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ ഈ വെളുത്തച്ഛന്റെ കാലഘട്ടത്തിന് 300 വർഷം മുൻപാണ് അയ്യപ്പന്റെ കാലഘട്ടം എന്ന് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ, അതായത് രാമവർമ്മരാജ ഉദ്ധരിക്കുന്നതുകൊണ്ട് രാമവർമ്മരാജയുടെ പുസ്തകം തന്നെ വെച്ച് ഞാൻ പറയുകയാണ്. 300 വർഷം മുമ്പാണ് വെളുത്തച്ഛൻ അയ്യപ്പന്റെ കാലഘട്ടം. പിന്നെ ഇതെങ്ങനെ ഇവർ സതീർത്ഥരാകുമെന്ന് പറയുക? അത് മാത്രമല്ല, ഈ ജൊക്കോമോ ഫിനീഷ്യ, ഇപ്പൊ ഇവിടെ സെബാസ്റ്റ്യൻ, ഈ രാമവർമ്മരാജ പറഞ്ഞിട്ടുണ്ട് വെളുത്തച്ഛൻ തന്നെയാണ് സെബാസ്ത്യാനോസ് പുണ്യാളൻ എന്ന്. അത് അതിലേറെ അബദ്ധം. സെബാസ്ത്യാനോസ് പുണ്യാളൻ 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ഉണ്ടായ ആളാണ്. വെളുത്തച്ഛൻ തന്നെയാണ് സെബാസ്ത്യാനോസ് പുണ്യാളൻ എന്ന് രാമവർമ്മരാജ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് അബദ്ധങ്ങൾ ഈ പുസ്തകങ്ങളിലുണ്ട്. ആ പുസ്തകങ്ങൾ വെച്ചിട്ട് തർക്കിക്കാൻ വരരുത്. കാരണം ഈ ഇറ്റാലിയൻ ജസ്യൂട്ട് പാതിരിയാണ് ഈ വെളുത്തച്ഛൻ എന്ന് പറയുന്ന ആള്. അന്നത്തെ ജസ്യൂട്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വ്യാപകമായ മതപരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കൊച്ചിയിലും പുറക്കാടും മതപരിവർത്തന നിരോധന നിയമം. ശ്രീ ആർ വി ബാബു, നമുക്ക് വാവരിലേക്ക് വരികയാണെങ്കിൽ ഒരു തിരുത്തൽ വരുത്തുകയാണ് ഹിന്ദു സംഘടനകൾ എന്നാണോ? വാവർ എന്നുള്ള സങ്കല്പം ഇല്ല, അത് വാപുരൻ എന്നുള്ള സങ്കല്പമാണ്. വാവര് വേണ്ട, വാപുരൻ മതി. പറഞ്ഞോട്ടെ, അല്ല, ആ ഒരു സങ്കല്പത്തിലേക്ക് വരികയാണല്ലോ. അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഹിന്ദു സംഘടന ലക്ഷ്യം. പറയട്ടെ, പറഞ്ഞാലല്ലേ വാദം പറയാൻ പറ്റൂ. ശ്രീ ബാബു പറയട്ടെ. ഞാൻ പറഞ്ഞത് മഞ്ജുഷേ, വെളുത്തച്ഛനെയും വാവരെയും കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടി അയ്യപ്പനെയും കൂട്ടിക്കെട്ടി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എന്നൊക്കെ പറയുന്നത് ഒരു ഫാൻസി ഡ്രസ് മതസൗഹാർദ്ദമാണ് രാഹുലെ. മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ തിരിച്ചും വേണം. തിരിച്ച് ക്രൈസ്തവര് മാലയിട്ട് ശബരിമലയിൽ പോയി കെട്ടും കെട്ടി പോട്ടെ, അർത്തുങ്കലിൽ പോയിട്ട് അതേപോലെ ക്രൈസ്തവര് പോട്ടെ. വ്യാപകമായിട്ട് പോകുന്നുണ്ടോ? ഏതെങ്കിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോകുന്ന ക്രൈസ്തവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ക്രൈസ്തവര് പോകുന്നു എന്ന് പറയരുത്. ഏതെങ്കിലും ഒരു ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള മുസ്ലിം പോകുന്നത് കാണിച്ചിട്ട് മുസ്ലിങ്ങൾ പോകുന്നു പറയരുത്. വൺ വേ ട്രാഫിക് അല്ല മതസൗഹാർദ്ദം. മതസൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത് 2 വേ ട്രാഫിക്കിലാണ്. ശരി, ശ്രീ ആർ വി ബാബു, ശ്രീ അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ ശ്രീജിത്ത് പണിക്കർ ചോദിച്ച കാര്യമുണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലേ ഇതിലെ തർക്കം എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വാവര് വേണ്ട, അവിടെ വാപുരൻ മതി, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാവർ ഉണ്ട് എങ്കില് എരുമേലിയിലെ പള്ളിയിലെ വാവര് പള്ളിയാണെന്നും വാവരെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നതെന്നും ഇസ്ലാമിക വിശ്വാസികൾ ആദ്യം ഡിക്ലെയർ ചെയ്യണം. അവരുടെ ഉസ്താദന്മാരോ അവരുടെങ്കിലും മതപരമായിട്ടുള്ള പുരോഹിതന്മാരോ അങ്ങനെ പറയണം. ഞങ്ങൾ വാവർക്കെതിരല്ല. വാപുരൻ എന്ന് പറയുന്ന ശിവഭൂത ഗണത്തിനെ പ്രാർത്ഥിക്കാനും പ്രതിഷ്ഠിക്കാനുമുള്ള അവകാശം ഈ നാട്ടിലെ ഏത് സനാതന ധർമ്മ വിശ്വാസിക്കുമുണ്ട്. ശബരിമലയിലുള്ളത് വാപുരനാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. നേരത്തെ ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ച മഹാശാസ്ത്ര കൽപ്പമുണ്ട്. അതിനകത്ത് ശബരിമലയിലെ എല്ലാ ക്ഷേത്രങ്ങളിലെ മൂലമന്ത്രങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഹുലിന്റെ പറഞ്ഞ കാര്യം കേട്ടുവല്ലോ താങ്കൾ, ഇസ്ലാമോഫോബിയാണ് ഇതിന് പിന്നിലെന്ന്. ഇത് കേൾക്കൂ. ഈ ശ്രീ വിധേയത്വമാണെന്ന് നമുക്കും പറഞ്ഞൂടെ? എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക് അടിമത്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞൂടെ?
രാഹുൽ ഈശ്വർ എല്ലാ കാലഘട്ടത്തിലും പറയുന്ന ചില കാര്യങ്ങളാണ് ഒരു അയ്യപ്പൻ പാട്ടിനെ പറ്റി. അയ്യപ്പൻ പാട്ട് ആരാണ് എഴുതിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പല കാലഘട്ടങ്ങളിലായി എഴുതിയതാണ്. ആ എഴുതിയ വ്യക്തിയെ കണ്ടിരുന്നെങ്കിൽ ഒരു മൂന്നാം കിട സാഹിത്യകാരന്റെ നിലവാരം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഈ വാവുരന്റെ ജന്മത്തിനെ പറ്റി പറയുന്നത് എന്താണ്? തകൃതത്താൻ തോട്ടത്തിലെ പന്തലകത്ത് വീട്ടിലെ കാതി എന്ന പാത്തുമാ കുട്ടിക്ക് പ്രായം തികഞ്ഞു എന്നും ആ പ്രായം തികഞ്ഞപ്പോൾ അദ്ദേഹത്തില് മഹാവിഷ്ണുവിന് മോഹമുണ്ടായെന്നും മഹാവിഷ്ണു ഒരു പൂമരമായി വന്ന് ഈ പാത്തുമാ കുട്ടിയുടെ വയറ്റിൽ അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, പ്രായം തികഞ്ഞപ്പോൾ പൂമരമായി വാരിപ്പുണർന്ന് അത് പള്ളയിൽ ഗർഭമുണ്ടാക്കിയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പള്ളയിൽ ഗർഭമുണ്ടാക്കി മഹാവിഷ്ണുവിൽ നിന്ന് ഗർഭം ധരിച്ച ഈ കാതി എന്ന പാത്തുമാ കുട്ടിയുടെ മകനാണ് ഈ വാവരൻ എന്നാണ് ഈ രാഹുൽ ഈശ്വർ എല്ലായിടവും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന മൂന്നാം കിട സാഹിത്യം എപ്രകാരം അംഗീകരിക്കാൻ സാധിക്കും? അദ്ദേഹം പറയുന്ന അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം എപ്പോഴും നേരത്തെ ശ്രീ ആർ വി ബാബു സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം എപ്പോഴും പറയും 980,000 വർഷങ്ങൾക്ക് മുമ്പാണ് അയ്യപ്പൻ ജീവിച്ചിരുന്നതെന്ന്. അതിന് ശക്തമായ മറുപടി ഇപ്പൊ ശ്രീ ആർ വി ബാബു സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള പുരോഹിതന്മാര് അർത്തുങ്കൽ പള്ളി എന്നാണ് രൂപം കൊണ്ടതെന്ന് നോക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് വർഷമായിരുന്നുവെന്ന്. 1500-കൾക്ക് ശേഷമാണ്. അന്നേരം 1000 വർഷം മുമ്പുള്ള അയ്യപ്പനും ഈ വെളുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയും, അദ്ദേഹത്തിന് വെളുത്തച്ഛൻ എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? വെളുത്ത നിറമുള്ള മുടിയും ശരീരവും ഉണ്ടായിരുന്ന സായിപ്പായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. അദ്ദേഹം എന്നാണ് മരിച്ചതെന്നും ഒക്കെയുള്ള രേഖകൾ അർത്തുങ്കൽ പള്ളിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്നേരം ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ രാഹുൽ ഈശ്വർ നാട് നീളെ കയ്യടി കിട്ടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കാര്യം, അദ്ദേഹം എപ്പോഴും പറയുന്നത് 2 പട്ടയങ്ങളെ പറ്റിയാണ്. 2 ചെമ്പോല പട്ടയങ്ങളിലാണ് വാവൂരിനെ പറ്റി ഉള്ളതെന്നാണ് പറയുന്നത്. 2 ചെമ്പോല പട്ടയങ്ങൾ ഞാൻ വായിക്കാം. ആദ്യത്തെ ചെമ്പോല പട്ടയം എഴുതിയിരിക്കുന്നത് 884 ആണ്ട് ചിങ്ങം ഞായർ 15-ാം തീയതി. രണ്ടാമത്തെ ചെമ്പോല പട്ടം കൊല്ലം 968 ആണ്ട് കർക്കിടകം ഞായർ 15-ാം തീയതി. ഇതിലെ മോൻസൺ മാവുങ്കലിന്റെ പട്ടയത്തിന് തുല്യമായ സംഭവമാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, 968 ആണ്ട് കർക്കിടകം ഞായർ 15 എന്ന് പറയുന്നത്, ഈ കർക്കിടകം 15 എന്ന് പറയുന്ന തീയതി ഞായർ ആയിരുന്നില്ല. നിങ്ങൾ നോക്കിക്കോളൂ, അന്ന് വേറെ ദിവസമായിരുന്നു. ഈ കാലയളവിൽ, ഈ 968 കാലയളവില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന് പറയാറില്ല. സോമവാരം, രവിവാരം എന്നൊക്കെ ആയിരുന്നു പഴയ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ദിനത്തിന്റെ പേരുകൾ. വ്യാജമായിട്ടുള്ള പട്ടയമാണ്. നേരത്തെ ആർ വി ബാബു സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഈ വാവൂരിന്റെ മന്ത്രത്തിനെ പറ്റി. വാവൂരിന്റെ മൂലമന്ത്രം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓം അംഗരക്ഷകായ മഹാശാസ്ത്ര പരിവാരായ വാപുരസ്വാമിയെ സ്വാഹ. ഇങ്ങനെയാണ് എരുമേലിയിൽ വാപുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ? എരുമേലിയിൽ വാപുര ക്ഷേത്രം നിർമ്മിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഹർജിയിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അത് നിലവിൽ ഒരു വ്യക്തിയുടെ പേരിലുള്ള വസ്തുവിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നതെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് 2 ദിവസം കൊണ്ട് പത്മനാഭൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ദേവസ്വം ബോർഡിലെ ട്രേഡ് യൂണിയൻ നേതാവിന് വിവരാവകാശ പ്രകാരം കിട്ടി. അദ്ദേഹം 2 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസാണിത്. ഞങ്ങള് വാവർക്കെതിരല്ല. ഈ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം, എന്നാണ് കേരളത്തിൽ ഇസ്ലാം വന്നത്? ഏത് കാലമായി? അല്ല, നിങ്ങൾ എതിരല്ല എന്ന് പറയുമ്പോഴും പറഞ്ഞു വരുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. ആ രീതിയിൽ തന്നെയാണ്. വാവൂരന്റെ ക്ഷേത്രമാണ് വേണ്ടത്. അത് ഈ താഴമൺ കുടുംബത്തിലെ അംഗം എന്നുള്ള ഒരു ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തില് ശ്രീ രാഹുൽ ഈശ്വർ ഓരോ വേദിയിലും ഓരോ വേഷം കെട്ടിക്കൊണ്ട് ആധികാരികമല്ല. എനിക്ക് അങ്ങനെ ഒരു സാറിന്റെ ആനുകൂല്യം വേണ്ട. സമാനമായിട്ടുള്ള ചെമ്പോളയായിരുന്നു മറുപടി കേൾക്കൂ. അങ്ങ് പറയുന്നത് മുഴുവൻ കേട്ടിരുന്നില്ലേ? മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ. രാഹുൽ പറയട്ടെ. ഫാൻസി ഡ്രസ്സാണ് രാഹുൽ നടത്തുന്നതെന്നാണല്ലോ. വിട്ടിട്ട് പോകാൻ സാധിക്കില്ല. മറുപടി അങ്ങ് കേൾക്കൂ. പ്രവർത്തനം ചെയ്യുകയാണ്. മറുപടി കേൾക്കൂ. മറുപടിയല്ല, ഞാൻ മറുപടി കേൾക്കൂ. അതിനുള്ള മര്യാദ കാണിക്കൂ. മറുപടി കേൾക്കൂ. എന്റെ കുടുംബത്തെ അടക്കം പറഞ്ഞോളൂ. അതിനുള്ള മര്യാദ കാണിക്കണം. അതിനുള്ള മര്യാദ കാണിക്കണം. മറുപടി രാഹുൽ പറയട്ടെ. രാഹുൽ പറയട്ടെ. അനിൽ
രാഹുൽ പറയട്ടെ. അഡ്വക്കേറ്റ് അനിൽ അറിഞ്ഞിരിക്കണം, രാഹുൽ ഈശ്വരൻ അങ്ങനെ ആരുടെ സൗജന്യം വേണ്ട. 17 വർഷം ശബരിമല കേസ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തതാ. അന്ന് നിങ്ങളുടെ അടക്ക സംഘടന ശബരിമല യുവതികളെ കയറ്റി യൂണിഫോം സീൽ കോഡ് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരുന്നതാ. മറക്കണ്ട, ശബരിമല യുവതി പ്രവേശനം എങ്ങനെങ്കിലും യുവതികളെ തിരികെ കയറ്റി ശബരിമല തകർത്ത് ആ വഴി മുസ്ലിങ്ങൾക്ക് പണി കൊടുത്ത് യൂണിഫോം സീൽ കോഡ് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരുന്നതാ. നിങ്ങൾ പറയുമ്പോ യോജിച്ചിട്ടല്ലല്ലോ കേട്ടോണ്ടിരുന്നത്. ശ്രീ രംഗഹരി അടക്കമുള്ളവർ അവസാനം വരെ ശബരിമല യുവതികളെ കേട്ടോന്ന് എഴുതിയിരുന്നത്. അദ്ദേഹത്തോട് ബഹുമാനമേ ഉള്ളൂ, പക്ഷേ ആശയപരമായ വ്യത്യാസങ്ങളെ അങ്ങനെ കാണാൻ പഠിക്കണം. രാഹുൽ ഈശ്വർ അടക്കമുള്ള ഒരു മെനക്കെട്ടോണ്ടാ ശബരിമല യുവതികൾ കയറാത്തത്. ഹിന്ദുവിനെ ഉണർത്തണം എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളല്ല ഉണർത്തിയത്. ഇവിടത്തെ അയ്യപ്പ ഭക്തർ ഇറങ്ങി ഉണർത്തിയപ്പോൾ നിങ്ങൾ കൂടെ വന്നതാ, അത് മറക്കണ്ട. ഇനി 2 ഫാക്ടോസ് പറയാം. 2 ശ്രീ ആർ.വി. ബാബു പറഞ്ഞ വാദഗതി വളരെ കൗതുകകരമാണ്. അദ്ദേഹം ദയവായി ഈ പോയിന്റ് ചിന്തിക്കണം. ഇത് തന്നെയാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് പറ്റിയത്. വെളുത്തച്ഛൻ നമ്മുടെ ആയിരുന്നു. വിദേശികൾ വന്നതിലെ ഫിനീഷ്യോ അടിച്ചേൽപ്പിച്ചപ്പോ നമ്മൾ തടഞ്ഞില്ല. ഈ വെളുത്തച്ഛൻ എന്ന് പറയുന്നത് അയ്യപ്പന്റെ സുഹൃത്തായി AD 1100 മുതൽ ഇരുന്ന വ്യക്തിയെ വിദേശികൾ വന്ന് അവരുടേതായ താല്പര്യത്തിൽ വിദേശവൽക്കരിച്ചപ്പോ നമ്മൾ കൂടെ നിർത്തുന്നതിന് വരെ എടുത്തോണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫാദർ ഫിനീഷ്യോ അല്ല വെളുത്തച്ഛൻ. ആ വെളുത്തച്ഛനിലേക്ക് ഫാദർ ഫിനീഷ്യോയും സെബാസ്റ്റ്യാനോസും പിന്നീട് പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ വന്നപ്പോ തദ്ദേശീയരായ അയ്യപ്പന്റെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയതാ. ഏതുപോലെ എന്നറിയാമോ? പോർച്ചുഗീസുകാർ വന്ന് ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇവിടെ ഓണം ആഘോഷിക്കരുത്. കാര്യം ഓണം തദ്ദേശീയരുടെ ഉത്സവമാണ്. നമ്മുടെ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കണോ വേണ്ടയോ? നേരെ തിരിച്ച് അവരെ വിദേശവൽക്കരിക്കാനും ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാനും വിദേശികൾ ശ്രമിച്ചപ്പോ നമ്മൾ അവരെ വിട്ടുകൊടുത്തതാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. 2 വാവരടക്കം നേരത്തെ പറയുകയുണ്ടായി. എന്താ എഴുതിയിരിക്കുന്നത് എന്നറിയാമോ അയ്യപ്പൻ പാട്ടുകളിൽ? അതിന് നല്ല മറുപടി PR രാമവർമ്മരാജ്യം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ചില ആൾക്കാര് ഈ വാവരെന്ന് പറയുന്നത് വാവരനുമായി ബന്ധപ്പെടുത്തുന്നു. കുഴപ്പമില്ല, ദൈവീകമായി ജനിച്ചതെന്ന് കരുതിക്കോളൂ. മഹാവിഷ്ണുവിന് ഉണ്ടായി എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ സന്താനമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫലമായിട്ടോ ആണ് വാവര് വന്നതെന്നാണ്. അതിനൊന്നും ഒരു തെറ്റുമില്ല. നമ്മുടെ സങ്കല്പം പോലെ കാണാം. നമ്മൾ ഒരാളെ ദൈവീകമായി കണ്ട് സങ്കല്പം പോലെ വരുന്നതേ ഉള്ളൂ. ഉദാഹരണം, ഗുരുവായൂരിൽ നമ്മളെല്ലാം കൃഷ്ണൻ എന്ന് പറയും. സാർ മറുപടി പറഞ്ഞോട്ടെ. സാറ് പറഞ്ഞപ്പോൾ കേട്ടിരുന്നില്ലേ? ആ മര്യാദ കാണിക്കൂ. സാറ് പറഞ്ഞപ്പോൾ കേട്ടിരുന്നില്ലേ? മര്യാദ കാണിക്കൂ. ഇനി 2, നിങ്ങൾ സാറേ മര്യാദ കാണിക്കൂ, ഇല്ലെങ്കിൽ അവസാനം വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരും പറയുന്ന ആരും കേൾക്കില്ല. സാറ് സംസാരിച്ച കേൾക്കൂ ആദ്യം. 2, ഈ 4ാം കിട സാഹിത്യം എഴുതുന്നത് തീവ്ര ഹിന്ദുത്വവാദികളാണ്. ബാക്കി ഹിന്ദു വിശ്വാസങ്ങളെ മോശമായി കാണിക്കാനും ബാക്കി അയ്യപ്പൻ അടക്കമുള്ള നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സങ്കല്പങ്ങളെ ദുർബലപ്പെടുത്താനും വേണ്ടി ചെയ്യുന്നതാണ്. ഇനി 2, ഹിസ്റ്റോറിക്കലി ഇത് പഠിച്ച എത്രയോ പേരുണ്ട്. നേരത്തെ ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഹൈക്കോടതിയുടെ പരാമർശങ്ങളുണ്ട്. PR രാമവർമ്മരാജയുണ്ട്, ഡോക്ടർ SK നായരുണ്ട്. മൂലമന്ത്രം വാവൂരിനുണ്ടെങ്കിൽ ചെയ്തോളൂ, പക്ഷെ വാവരെന്ന ചരിത്ര സത്യം ഇല്ല എന്ന് പറയുന്നതിലാണ് പ്രശ്നം. ഇനി 2, മണികണ്ഠന്റെ കാലഘട്ടം ഏതാണ്? ശ്രീ ധർമ്മശാസ്താവാണ് ഈ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മൂർത്തി. ആ ശ്രീ ധർമ്മശാസ്താവിലേക്ക് മണികണ്ഠൻ എന്ന് പറയുന്ന അവതാര പുരുഷനായ ഒരു വ്യക്തി ജനിക്കുന്നു. ഏതുപോലെ ഗുരുവായൂർ നമ്മൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയാറുണ്ട്. പക്ഷേ ഗുരുവായൂരിലെ യഥാർത്ഥ പ്രതിഷ്ഠ കൃഷ്ണനല്ല, മഹാവിഷ്ണുവാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ചതുർബാഹു മഹാവിഷ്ണുവാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ. ശബരിമലയിലെ പ്രതിഷ്ഠ കൃത്യമായി പറഞ്ഞാൽ ശ്രീ ധർമ്മശാസ്താവാണ്. ധ്യായേൽ ചാരു ജഡാനി ബദ്ധ മകുടം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ശ്രീ ധർമ്മശാസ്താവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് അതിന്റെ ചരിത്രപരമായ വസ്തുത. ആ ധർമ്മശാസ്താവിന്റെ അവതാരമായിട്ടാണ് യഥാർത്ഥത്തിൽ സ്വാമി അയ്യപ്പനോ അല്ലെങ്കിൽ മണികണ്ഠനോ അവിടെ ജനിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ശൈവരും വൈഷ്ണവരും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മുടെ ഹിന്ദു അനൈക്യം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ച് അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ച് അയ്യപ്പൻ എന്ന് പുള്ളി പുതിയൊരു പാത തുടങ്ങി. ആ കാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അവരെ കൂടെ നിർത്താൻ വേണ്ടി അവിടെ വാവരെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ വെളുത്തെ കൊണ്ടുവന്നു. ബാബുചേട്ടന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഇന്ന് RSS മുസ്ലിം രാഷ്ട്രീയ മഞ്ച് തുടങ്ങുന്നത് പോലെ, ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച് തുടങ്ങുന്നത് പോലെ അയ്യപ്പന്റെ മുസ്ലിം രാഷ്ട്രീയ മഞ്ചാണ് വാവർ, അല്ലെങ്കിൽ മുസ്ലിം സാമൂഹിക മഞ്ചാണ് വാവർ. അയ്യപ്പന്റെ ക്രിസ്ത്യൻ സാമൂഹിക മഞ്ചാണ് വെളുത്ത. ഇനി 2, വാവർ പള്ളിക്കുള്ളിൽ അയ്യപ്പന്റെ വിഗ്രഹം വെക്കുന്ന എന്തിനാ? നമുക്ക് അമ്പലങ്ങളില്ലേ? വാവറുടെ പള്ളി നമ്മൾ വെക്കുന്നത് നീ അറിയേണ്ട കാര്യം മഞ്ജുഷ. ഇനി ഫാക്ട്, ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ, എരുമേലിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വാവർക്കൊരു നടയുണ്ട്. ആ നടയ്ക്കുള്ളിൽ ഒരു വിഗ്രഹമില്ല. ഇതിന്റെ കാര്യം എന്താ അറിയാമോ? മുസ്ലിം സെന്റിമെന്റ്സിനെ റെസ്പെക്ട് ചെയ്യാനായി, വാവരെ ബഹുമാനിക്കാനായി വാവർ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല. ശബരിമലയിൽ ഉള്ളിലൊരു വാവർ നടയുണ്ട്. വാപുര നടയല്ല, വാവർ നടയുണ്ട്. അതിൽ ഈ വാവരെ വെച്ചാണ്, അല്ലെങ്കിൽ വാവരെ വെച്ച് ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വാവര് ദൈവം എന്ന രീതിയിലല്ല. അവർ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ആണ് ദൈവം.
ആ അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകനുണ്ട്. ഇവരെ വാവരെന്ന് അഡ്രസ് ചെയ്യുന്നത് ഭീമാപ്പള്ളി എന്ന് പറഞ്ഞൊരു ദൈവം മുസ്ലിങ്ങൾക്കില്ലല്ലോ. ഒന്നെങ്കിൽ സ്ഥലത്തിന്റെ പേരിൽ, ആൾക്കാരുടെ പേരിൽ ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യുകയാണ്. ഇത് മനഃപൂർവ്വം പാവപ്പെട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ബോധപൂർവമായ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വിശ്വാസങ്ങളോടുള്ള ഒരു ലംഘനമാണ്. ചരിത്രപരമായ വസ്തുതകളിൽ അയ്യപ്പനുണ്ട്, വാവരുണ്ട്, വെളുത്തയുണ്ട്. ശരി ശരി ശ്രീ ശ്രീ പണിക്കർ, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യമായല്ലോ. കാരണം ഇതിൽ ഈ വാവര് വേണ്ട, വാപുരൻ മതി, അത് തന്നെയാണ് ഇതിന് പിന്നിലെ അജണ്ട എന്ന് വ്യക്തമായിട്ടുണ്ടല്ലോ. അല്ലാതെ ഒരു സമയത്ത് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകത്തിലുള്ള ഒരു സ്ലോഗനുണ്ട്, ക്യാബേജ് വേണ്ട കപ്ലങ്ങ മതി എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ക്യാബേജിന്റെ ഒരു ഓൾട്ടർനേറ്റീവാണ് കപ്ലങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കപ്ലങ്ങ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വാദമാണ്. ഞാൻ പറയുന്നത് നമുക്ക് ക്യാബേജും വേണം കപ്ലങ്ങയും വേണം എന്നാണ്. കാരണം നമ്മുടെ ശബരിമലയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പം ഞാൻ പന്തളത്തുകാരനാണ്. ഞാൻ പന്തളത്ത് ജനിച്ചു വളർന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വാസങ്ങളെയും ചെറുപ്പകാലം മുതൽ തന്നെ അറിയുന്ന ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ശബരിമലയിലെ വിശ്വാസങ്ങളുമായി ഏറെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ളതാണ് വാവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്. അതുകൊണ്ട് തന്നെ വാവരെ പണ്ട് മുതലേ തന്നെ ബഹുമാനിക്കുക, ആദരിക്കുക, ആരാധിക്കുക എന്നുള്ളത് ശബരിമല പിൽഗ്രിമേജിന്റെ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 വർഷം മുമ്പ് കേരള ഹൈക്കോടതി പറയുന്ന ശബരിമല പിൽഗ്രിമിന്റെ ഒരു എസെൻഷ്യൽ ഭാഗം തന്നെയാണ് വാവര് പള്ളിയിലെ ദർശനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നും അത് ശബരിമല വിശ്വാസ ബാഹ്യമായിട്ടുള്ള ഒന്നല്ല എന്നുമാണ് കോടതി പറയുന്നത്. അത് കേവലം ദേവസ്വം ബെഞ്ചിന്റെയോ ഏതെങ്കിലും ഒരു ജഡ്ജിന്റെയോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തോട്ടല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു വിശ്വാസപരതയുണ്ട്. ആ വിശ്വാസപരത നോക്കിക്കഴിഞ്ഞാൽ അല്പം മുമ്പ് ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ ശബരിമലയിലുള്ള ഒരു വാവര് നടയാണ്. ശബരിമലയിൽ ഞാൻ തൊഴാൻ പോകുന്ന എല്ലാ സമയത്തും ഞാൻ അവിടുത്തെ വാവര് നടയിൽ പോകാറുണ്ട്. ആ കോംപ്ലക്സിൽ തന്നെയാണ്. നമ്മളവിടെ തൊഴുതു വന്നതിന് ശേഷം അവിടെ തൊഴാറുണ്ട്. അവിടെ ഒരു പ്രതിനിധി ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അത് ട്രഡീഷണലായിട്ട് പത്തനംതിട്ടയിലുള്ള ചില കുടുംബങ്ങളിൽ നിന്ന് അവരാണ് ആരാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് സഹായികളായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് പ്രസാദം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ചരടും മറ്റു കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ കിട്ടുകയും ചെയ്യും. ഇതെവിടെയാ കോംപ്ലക്സിനുള്ളിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അവിടെ വന്നത്? ശബരിമലയിലെ കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് ഈ വിശ്വാസം അവിടെ വരികയും അത് ഇത്രയും കാലം ഹിന്ദുമത വിശ്വാസികൾ ഉൾപ്പെടെ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യാതെ അത് അവിടെ നിന്ന് പോവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? വാവരുടെ ഒരു പ്രതിനിധി അവിടെ ഇരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ അവിടെ ചെന്ന് ആരാധിച്ചിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ശീലിച്ചിരിക്കുന്ന എൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് ഞാൻ ഒരു വിഗ്രഹത്തിനെ തൊഴുകയാണ് സാധാരണ ചെയ്യുക. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വിഗ്രഹമില്ല. അവിടെ മുസ്ലിം ആചാരപ്രകാരമുള്ള ഒരു എഴുത്തും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. പക്ഷെ എനിക്ക് അവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഹിന്ദു ആചാരപ്രകാരം കൈ തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ നിന്ന് പ്രസാദം സ്വീകരിച്ചിട്ട് മടങ്ങുന്നത്. ഇനി ഇതേപോലെ തന്നെ അവിടെ വാവര് പള്ളിയുണ്ട് എരുമേലിയിൽ. അപ്പോൾ ഈ ദർശനത്തിന്റെ ഈ പിൽഗ്രിമേജിന്റെ ഭാഗമായിട്ട് റിച്വലിസ്റ്റിക് ഒരു സ്റ്റോപ്പാണ് ഈ വാവര് പള്ളിയിലുള്ളത്. അതിപ്പോൾ നമ്മൾ മറ്റേ ഈ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും മറ്റെല്ലാ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ആ സംഘത്തിനെ അവിടെ വരുന്ന ആൾക്കാരെ സ്വീകരിച്ച് അവിടെ ഭസ്മം കൊടുക്കുന്നവരുണ്ട്. അത് മോസ്കിൽ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് ഒരു ഹിന്ദു അല്ല, അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഇതേപോലെ തന്നെ ഡെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ വരുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഭസ്മം കൊടുക്കാറുണ്ട്. അവിടെ നിന്ന് പൂജ, അതായത് പിന്നെ ആദരപൂർവ്വം ഭക്ത്യാദരപൂർവ്വം ആൾക്കാർ ഇത് സ്വീകരിച്ച് അവിടെ മടങ്ങുകയും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളായി നമുക്കറിയാവുന്ന കാലം മുതൽ ഇങ്ങനെയുള്ള ആചാരം അവിടെ നടന്നു വരികയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ ഒന്നിനെ കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ചരിത്രപരത, വിശ്വാസപരത, ഈ രണ്ട് കാര്യങ്ങൾക്കുമുണ്ട്. ഏത് കാലഘട്ടം മുതലാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് ആയതുകൊണ്ട് കൃത്യമായിട്ട് കാലഗണന നമുക്ക് പറ്റില്ല. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ വാവരെന്ന് പറയുന്നത് ഒരുപക്ഷെ 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ഒക്കെ വന്നിരിക്കുന്ന ഒരു അഡീഷൻ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ MGS നാരായണനെ പോലെയുള്ള അല്ലെങ്കിൽ കേസരി ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള പല ആൾക്കാരും അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിൽക്കുന്നതാണ് വിശ്വാസം. അതായത് ഇതിലേതാണ് ചരിത്രമെന്നോ ഇതിലേതാണ് പൂർണ്ണമായ വിശ്വാസത്തിന്റെ ഭാഗമെന്നോ നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ്. ഏറെക്കുറെ അയ്യപ്പൻ എന്നത് ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല എന്നുള്ളതും പ്രധാനമാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് തിരുച്ചിറപ്പള്ളി ശിലാശാസനങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതായത് ഇപ്പോൾ ഈ വാവര് അതേപടി നിലനിർന്നോട്ടെ, പിന്നെ വാപുരസ്വാമി ക്ഷേത്രം പണിയുമെങ്കിൽ പണിഞ്ഞോട്ടെ, അതല്ലാതെ ഇത് തമ്മിലൊരു തർക്കത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ? അതായത് വാവരുടെ സങ്കല്പം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ പറയുന്നതനുസരിച്ച് മൂലമന്ത്രം ഉൾപ്പെടെയുള്ള പൂജാവിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഒരു വാപുരനും ഇവിടെ ഉണ്ട്. ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ നമ്മൾ പറയുന്നത് രണ്ടും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റികളാണ് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ഈ രണ്ട് എൻറ്റിറ്റിയും ഒന്നാണ്, ഒന്നിനെ മറ്റേതായിട്ട് വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന്റെ ഹിന്ദു സംഘടനകൾ പറയുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, വാപുരനെ വാവരാക്കി മാറ്റിയതാണ്, അങ്ങനെ വ്യാഖ്യാനിച്ചതാണ് എന്നാണല്ലോ. അങ്ങനെ പറയുമ്പോൾ വാവരുടെ സങ്കല്പം വേണ്ട എന്നാണല്ലോ.
അതെങ്ങനെ അനുമാനിക്കാം എന്നുള്ളതാണ് ചോദ്യം. അതാണ് ആർ വി ബാബു, അതാണല്ലോ ഈ മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇത് ഒരു ക്ഷേത്രം ഇങ്ങനെ വരികയാണെങ്കിൽ എന്നുള്ള ഒരു ആരോപണം വരുവാനുള്ള കാരണവും. അദ്ദേഹം മ്യൂട്ടാണ് അദ്ദേഹം. ശ്രീ ആർ വി ബാബു മ്യൂട്ടഡ് ആണ്. കേൾക്കാം. എപ്പോഴും കേൾക്കാം. ഈ വാവര എന്ന സങ്കല്പം രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദത്തിന് കാരണമായിട്ടുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാൻസി ഡ്രസ് മതസൗഹാർദ്ദം എന്ന് പറയാനേ പറ്റും. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഈ വാവർ തന്നെയാണോ വാപുരൻ എന്നുള്ള തർക്കം നീളട്ടെ. അതിനകത്ത് ആ തർക്കം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങൾ, ആഖ്യാനങ്ങൾ ഒക്കെ വെച്ച് സമർത്ഥിക്കട്ടെ. പ്രശ്നം ഈ ഇതുപോലുള്ള സങ്കല്പങ്ങൾ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണം ആഘോഷിക്കുന്നത് എന്താണ്? കേരളം മഹാബലി ഭരിച്ചു, ആ മഹാബലി നാടുവാണ് കേരളത്തിൽ മഹാബലിയെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് എന്നത്. എന്നാൽ പുരാണങ്ങളിൽ എവിടെയെങ്കിലും മഹാബലി കേരളം ഭരിച്ചു എന്ന് കാണാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ എപ്പോഴോ ഒരു ചരിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ആഖ്യാനം കടന്നു വന്നു. ആ ആഖ്യാനം നമ്മുടെ മനസ്സിലേക്ക് ഉറച്ചു. അതിനെ സംബന്ധിച്ചുള്ള പാട്ടുകളുണ്ടായി, കഥകളുണ്ടായി. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. മഹാബലി ഒരു കാലത്തും കേരളം ഭരിച്ചിട്ടില്ല. മഹാബലി ഭരിച്ചത് ഗുജറാത്തിലെ എവിടെയോ ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏതൊക്കെയോ ഒരു കാലഘട്ടത്തിൽ വന്നു കയറിയ കഥകൾ അതൊന്ന് ഉറച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മുടെ ചേരമാൻ പെരുമാളിന്റെ മതമാറ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പൊ ഇത്തരം കഥകൾ അങ്ങനെ ഉറയ്ക്കുന്നു. ഇവിടെ ഇപ്പൊ ഹിന്ദു സംഘടനകൾ അവിടെ ഇപ്പൊ ക്ഷേത്രം പണിയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് രാവിലെ അഭിപ്രായം പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു. വാവരെ തൊഴുണ്ടവർക്ക് വാവരെ തൊഴുതോട്ടെ, ആർക്കാ വിരോധം? വാപുരൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ശാസ്താവിന്റെ ഭൂതഗണത്തിൽപ്പെട്ട ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തിയാണ്. വാപുരന് ഒരു ക്ഷേത്രം ഉയരേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ വാപുരനാണ് ധ്യാന ശ്ലോകത്തോടുകൂടി ശാസ്താവിന്റെ യോദ്ധഗണത്തിൽ ഉണ്ടായിരുന്ന ആള് എന്നും ഉള്ള സങ്കല്പം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെന്തിനാണ് ഇത്ര വേവലാതി? എന്തിനാണ് ഇത്ര എതിർക്കുന്നത്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ തെറ്റുകൾ, അങ്ങനെ സമൂഹത്തിൽ ഉറച്ചുപോയ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തേണ്ടത് ആവശ്യമാകുന്ന ഘട്ടം വരുമ്പോൾ തിരുത്തണം. അതിലെന്താ കുഴപ്പം? പിന്നെ ഇവിടെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ അദ്ദേഹം വെളുത്തച്ഛൻ ജൊക്കാമോ ഫിനീഷ്യ അല്ല എന്ന് പറഞ്ഞതോടെ പിന്നെ ആരാണ് വെളുത്തച്ഛൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല ആരാണ് പിന്നെ വെളുത്തച്ഛൻ. വെളുത്തച്ഛൻ പിന്നെ ഏത് കഥാപാത്രം, എവിടെയാണ് ആ വെളുത്തച്ഛനെ പരാമർശിച്ചിട്ടുള്ളത്? ഇത് ക്രൈസ്തവ സഭ അംഗീകരിക്കുന്നുണ്ടോ? ജൊക്കാമോ ഫിനീഷ്യ അല്ലാത്ത ഒരു വെളുത്തച്ഛനെ ക്രൈസ്തവ സഭ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ആ ചരിത്രം പറയുന്നുണ്ടോ? ഇല്ല. അപ്പോ അതായത് ജൊക്കാമോ ഫിനീഷ്യയെ ന്യായീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അയാളല്ല വെളുത്തച്ഛൻ എന്ന കുതർക്കത്തിലേക്ക് രാഹുൽ ഈശ്വർ എത്തുകയാണ്. ഇതൊരു വിദണ്ഡവാദമാണ് രാഹുൽ, ഇതൊരു വിദണ്ഡവാദമാണ്. ഇത്തരത്തിൽ വാദിക്കാൻ സാധ്യമല്ല. വെളുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം വെളുത്തച്ഛൻ എത്ര കണ്ട് നമ്മുടെ രാജ്യത്ത് അതായത് മതം മാറ്റം പോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച ആളാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ തരത്തിൽ നമുക്ക് സമീകരിച്ചുകൊണ്ട് വെളുത്തച്ഛൻ, വാവര് ഇവരെയൊക്കെ അയ്യപ്പനുമായി കൂട്ടിച്ചേർത്തിക്കൊണ്ട് നടത്തുന്ന ഈ അഭ്യാസം അത് ഗുണപരമല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിച്ചോളൂ. വെളുത്തച്ഛൻ്റെ അടുത്ത് പോയി അർത്തങ്കലിൽ പോയിട്ടും മാല ഉരണവർക്ക് ഊരാം, അല്ലെങ്കിൽ വാവര ക്ഷേത്ര പള്ളിയിൽ പോയിട്ട് ഞാനിവിടെ നേരത്തെ പറഞ്ഞു വാവരന്റെ പള്ളിയിൽ എന്തിനാണ് അയ്യപ്പന്റെ വിഗ്രഹം എന്ന്. വാവരുടെ പള്ളിയിൽ അയ്യപ്പന്റെ വിഗ്രഹം എന്തിനാണ് എന്ന് ചോദിച്ചാൽ പരസ്പരമുള്ള ബഹുമാനമുണ്ടോ എന്നുള്ളതിന്റെ സാമ്പിളാണത്. നമുക്ക് സാമ്പിൾ എന്താണ്? നമ്മുടെ സാമ്പിൾ എന്താണ്? ഈ പറയുന്ന ഒരു ജമാഅത്ത് പള്ളിയാണത്, ജമാഅത്ത് കമ്മിറ്റിയുടെ പള്ളിയാണ്. ആ പള്ളി വാവരുടെ നാമധേയത്തിൽ ഈ മണ്ഡലമാസക്കാലത്തിൽ വാവരുടെ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ പള്ളി അയ്യപ്പനോട് അയ്യപ്പനെ ഏതെങ്കിലും തരത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ആ പള്ളിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ ചന്ദനക്കുടം മഹോത്സവം നടക്കാറുണ്ട്. എല്ലാ വർഷവും അവിടെ ചന്ദനക്കുട മഹോത്സവം നടക്കാറുണ്ട്. എല്ലാ ഹിന്ദു ആൾക്കാർക്കും അവിടെ അവർ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. രാഹുൽ, ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, വിശ്വാസം, ഈ മതസൗഹാർദ്ദം എപ്പോഴുണ്ടാവുക? മതസൗഹാർദ്ദം ഉണ്ടാവുന്നത് എപ്പോഴാ? നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴാണ്. എന്റെ വിശ്വാസം മാത്രം ശരിയെന്നും എന്റെ വിശ്വാസത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ കാഫിറാണ് എന്നും എന്റെ വിശ്വാസത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്നും കരുതുന്നവർ
അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം ഒരൊറ്റ വരി ചോദിച്ചോട്ടെ, അങ്ങനെ ഉള്ളവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയല്ലേ വാവരും വെളുത്തയും? അതായത് ഞങ്ങളുടെ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ലാതെ പറയുന്ന ആരാധിക്കുന്നു കാലഘട്ടത്തിൽ എന്നാൽ ഈ അയ്യപ്പനെ എരുമേലി നൈനാർ പള്ളി വാവർ സംഘം അവിടെ ജനിച്ച ആളുടെ പേരാണ് വാവർ, അല്ലെങ്കിൽ അവിടെ ആദ്യം ഇത് ശിലാസ്ഥാപനം നടത്തിയ ആളുടെ പേരാണ്. നേരെ തിരിച്ച് ശ്രീ ആർ വി ബാബു ഒരൊറ്റ പോയിന്റ് ആലോചിച്ച് നോക്കുക. ഞങ്ങളുടെ വിശ്വാസം മാത്രം മതി, ബാക്കിയുള്ളവർ നരകത്തിൽ പോകുമെന്ന് തീവ്ര സ്വരക്കാർ പറയുന്നുണ്ട്. ഇല്ലെന്നല്ല, അദ്ദേഹത്തോട് യോജിക്കുന്നു. ഒരൊറ്റ വരിയിലേ ചോദിക്കൂ, ഒരൊറ്റ വരി എടുക്കൂ. അങ്ങയുടെ സമയമാണ്, ഒരൊറ്റ വരി എടുക്കൂ. അങ്ങനെ തീവ്ര സ്വരക്കാർ ഉള്ളിടത്ത് അയ്യപ്പനെ ദിവ്യനായി അംഗീകരിക്കുകയും അയ്യപ്പനോടൊപ്പം പ്രവർത്തിക്കുകയും അയ്യപ്പസ്വാമിയുടെ തിടം പേറ്റി ആന പള്ളിയുടെ ഉള്ളിലൂടെ നടക്കുകയും നമ്മുടെ ആൾക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്, തള്ളിക്കളയുകയാണോ ചെയ്യേണ്ടത്? തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലമാണ് വാവരുപള്ളി. ശ്രീ ബാബുവിന് മനസ്സിലാതെ പോകുന്ന പോയിന്റ് അതാ. ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും ദേഷ്യം വാവരുപള്ളിയാണ്. മതപരിവർത്തനവാദികൾക്ക് ഏറ്റവും ദേഷ്യം വെളുത്തയാണ്. അതായത് രാഹുൽ ചോദിച്ചു വരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഗുണകരമായ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് ഹിന്ദു സംഘടനകൾ പോവുകയാണോ എന്നാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അല്ലല്ല, ഹിന്ദു സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം. ശരിയാ, അവർ മനസ്സിലാക്കിക്കോട്ടെ, വാവരും വാവരനും രണ്ടാണ് എന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അതിലെന്താ കുഴപ്പം? ഹിന്ദു സമൂഹം ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. സൗണ്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ അനിൽ വിളയിൽ, അപ്പോൾ നിങ്ങൾ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണല്ലേ? കോടതിയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട് കോടതി തടഞ്ഞിട്ടില്ല എന്ന്. കോടതി ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത് അനുമതിയില്ലാതെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നതിനെയാണ്. ഈ ബാലാലയ പ്രതിഷ്ഠ എന്നുള്ളത് തിങ്കളാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ 12-ാം തീയതി മറ്റേതോ ചടങ്ങുണ്ട് എന്നൊക്കെ ഇത് കോടതി വിധിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയൊന്നും അല്ല ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണോ? നേരത്തെ ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരും പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാവുരനും വാവരും രണ്ടാണ്. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വാവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോട്ട്. ആ നൈനാർ പള്ളിയിൽ പേര് മാറ്റി വാവർ പള്ളി എന്നൂടെ ബ്രാക്കറ്റിലെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് അവിടെ ആൾക്കാരെ ആകർഷിച്ചോട്ട്, ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ ഈ രാജ്യത്തെ സനാതന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വാപുരൻ എന്ന് പറയുന്ന ശിവഭൂത ഗണം, ആ ശിവഭൂത ഗണത്തിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ശിവഭൂത ഗണത്തിന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അതുകൊണ്ട് ആ ശിവഭൂത ഗണമായിട്ടുള്ള വാപുരസ്വാമി അത് താത്വികമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സർവ്വ ഗ്രന്ഥങ്ങളിലും സൂചനയുണ്ട് വാപുരനാണ് എന്നുള്ളത്. ആ വാപുരസ്വാമിയെ പൂജിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം ഈ നാട്ടിലെ സനാതന വിശ്വാസികൾക്ക് നിഷേധിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ഹൈക്കോടതി വിധിക്കെതിരൊന്നുമല്ല ഞങ്ങള്. പക്ഷേ ഈ രാജ്യത്തെ സനാതന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വാപുരസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തി അവിടെ പൂജ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് സനാതനധർമ്മ വിശ്വാസി എന്ന ഒരു ഒറ്റ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. വിശ്വ ഹിന്ദു പക്ഷത്തിന്റെ കാര്യകർത്താവെന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. വിശ്വ ഹിന്ദു പക്ഷത്തിന് ഇക്കാര്യത്തിലുള്ള തീരുമാനമൊന്നും നിലവിൽ എടുത്തിട്ടില്ല. വിശ്വ ഹിന്ദു പക്ഷത്തിന്റെ ചില കാര്യകർത്താക്കൾ ഇതിനകത്തുണ്ട്. പക്ഷെ ശ്രീ രാഹുൽ ആശറിന്റെ കൂട്ടുള്ള ആൾക്കാര് തീർത്തും തെറ്റായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കയ്യടി നേടാൻ വേണ്ടി ഓരോ വേദിയിലും അദ്ദേഹം ഓരോ വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. അയ്യപ്പൻ പാട്ട് യാതൊരു ആധികാരികതയുമില്ലാത്ത, ഒരു പിതൃത്വമില്ലാത്ത, ഏതോ കാലത്ത് ആരോ എഴുതിയിട്ടുള്ള ഒരു മഞ്ഞ പുസ്തകത്തിന്റെ നിലവാരം പോലും ഇല്ലാത്ത, വിഷ്ണുവിൽ നിന്ന് ഗർഭം ധരിച്ച കഥ പറയുന്ന ആ ഒരു പുസ്തകത്തിനെ ഇദ്ദേഹം നടത്തുന്ന വ്യാഖ്യാനം, നരേറ്റീവ്സ് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എരുമേലി എന്നുള്ളത് മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ തർക്കങ്ങൾ അത് അതിൽ കടന്നു പോകരുത് എന്നാണ് അഭ്യർത്ഥനയുള്ളത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞതുകൊണ്ടാണ്. ശരി രാഹുൽ, ചർച്ച അവസാനിപ്പിക്കുകയാണ്. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.